എല്ലാവർക്കും എന്റെ നമസ്കാരം. ഗുരുവായൂർ കണ്ണനാൽ അലങ്കൃതമായ കേരളം, പത്മനാഭസ്വാമിയാൽ നിറഞ്ഞു നിൽക്കുന്ന കേരളം, ഭക്തിയുടെ ഒരു നിറച്ചാർത്തോടുകൂടി കത്തിജ്വലിച്ചു നിൽക്കുന്ന കേരളം. ഗുരുവായൂർ കണ്ണനും പത്മനാഭസ്വാമിയും ശബരിമല അയ്യപ്പനും ചോറ്റാനിക്കര അമ്മയും കൊടുങ്ങല്ലൂർ അമ്മയും പറശ്ശിനിക്കടവ് മുത്തപ്പൻ, അങ്ങനെ ഭക്തിയുടെ ഒരു ശരിക്കു പറഞ്ഞാൽ താന്ത്രികമായ നിറച്ചാർത്തോടുകൂടി നിറഞ്ഞു നിൽക്കുന്ന ഈ കൊച്ചു കേരളം, ശാന്തിയുടെ, സമാധാനത്തിന്റെ, ദൈവത്തിന്റെ എല്ലാം സ്വന്തം നാട് എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കേരളം. ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കതിന് സാധിക്കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് അനുഭവിക്കുന്ന കേരളത്തിന്റെ അപജയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പ്രകൃതി ഭംഗി കൊണ്ട് വിദേശത്തുള്ള ആളുകൾ പോലും സ്നേഹാദരവോടുകൂടി വന്ന് വളരെയധികം താമസിച്ചു പോകുന്ന കേരളം. 10 ദിവസത്തെ ടൂറിനായിട്ട് കേരളത്തിലെത്തുന്ന വിദേശികൾ ഒരു വർഷം കഴിഞ്ഞും 2 വർഷം കഴിഞ്ഞും പോകാതെ വിസ പുതുക്കിക്കൊണ്ടേയിരിക്കും. എന്താ കാരണം? കേരളത്തിന്റെ സൗന്ദര്യം. മൂന്നാറും കണ്ണൂരിലെ കോട്ടകളും അതുപോലെ തന്നെ കാസർഗോഡിന്റെ മനോഹാരിതയും അച്ചടി ഭാഷയുടെ തറവാടായ കോട്ടയവും ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ നമ്മുടെ കേരളം. സത്യം പറഞ്ഞാൽ ഒരു കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് നിൽക്കുന്ന ഒരു സുന്ദരിയായ കേരളം. എന്തുകൊണ്ടോ ഈ ഭംഗിയെ വർണ്ണനാതീതമായ വർണ്ണനകൾ നടത്താൻ നമ്മുടെ കവികൾക്ക് കഴിയേണ്ടതുണ്ട്. ഒരുപാട് കവികൾ എഴുതിയിട്ടുണ്ട് കേരളത്തെ കുറിച്ചെങ്കിൽ പോലും ഒരുപാട് വർണ്ണനകൾ കൊണ്ട് ഇനിയും അലങ്കാരമാക്കേണ്ടതുണ്ട് കേരളം എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് നമ്മുടെ വിഷ്ണു സഹസ്രനാമ പഠനത്തിലേക്ക് കയറുമ്പോൾ എല്ലാവർക്കും ഒരു കേരളപ്പിറവി ആശംസകൾ നേരാതെ എങ്ങനെ ഈ പഠനം ആരംഭിക്കും? സാധ്യമല്ല. വിഷ്ണു ഭഗവാനാൽ നിറഞ്ഞു നിൽക്കുന്ന ശാന്തസുന്ദരമായ ഭാരതത്തിന്റെ, ലോകത്തിന്റെ മഹത്തരമായ ആശയങ്ങളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ സുന്ദര കേരളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ഇന്നത്തെ പഠനം ആരംഭിക്കും. അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർധന പ്രഭൂത സ്ത്രീക കുബ്ധാമ പവിത്രം മംഗളം പരം. പവിത്രം മംഗളം പരം. വിഷ്ണു സഹസ്രനാമത്തിലെ 7ാമത്തെ ശ്ലോകം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്നലെ സ്ഥവിരോധ്രുവ എന്ന 54ാമത്തെ നാമം നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ 55ാമത്തെ നാമത്തിലേക്ക് പ്രവേശിക്കാം. 55ാമത്തെ നാമം ഈ ശ്ലോകം ചൊല്ലിയപ്പോ നമുക്ക് മനസ്സിലായിണ്ടാവും. അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർധന. അല്ലേ? അഗ്രാഹ്യ ശാശ്വതോ കൃഷ്ണോ. അഗ്രാഹ്യ. എന്തുകൊണ്ടാണ് ഭഗവാനെ അഗ്രാഹ്യ എന്ന് പറയാൻ കാരണം? 55ാമത്തെ നാമം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സിലാക്കാൻ സാധിക്കാത്ത ദേവനാണ് മഹാവിഷ്ണു. ആഹാ, ഇതുകൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ വിഷ്ണു സഹസ്രനാമം പഠിക്കണേ? അല്ലേ?
എന്ന് വെച്ചാൽ ഭഗവാൻ ഏറ്റവും ഉയർന്ന ഒരവസ്ഥയിൽ എത്തി നിന്ന് എന്നെയും നിങ്ങളെയും എല്ലാ സർവചരാചരങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. സ്ഥിതി അല്ലേ? സൃഷ്ടിസ്ഥിതി സംഹാരമാണല്ലോ. ഇതിനെല്ലാറ്റിനും സൃഷ്ടിച്ച വിഷ്ണുവാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ സ്ഥിതി എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രസന്റില് എന്താണ് അവസ്ഥ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ പറയുന്നത്, എന്റെയോ നിങ്ങളുടെയോ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സിലാക്കാൻ സാധിക്കുന്നതിനും അപ്പുറം, അതുക്ക് മേലെയാണ് മഹാവിഷ്ണു. തൈത്തിരീയ ഉപനിഷത്തില് ഭഗവാന്റെ പരബ്രഹ്മഭാവത്തെ പറ്റി പറയുന്നത് എന്താ പറയുന്നതെന്ന് അറിയൂ? യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യമാന സസഹ എന്ന തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നത്, യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യമാന സാസഹ. യാതൊന്നിൽ നിന്ന് വാക്ക് മനസ്സിനോടൊപ്പം പ്രാപിക്കാൻ കഴിയാതെ പിൻവാങ്ങുന്നുവോ അതാണ് പറഞ്ഞത്. യാതൊന്നിൽ നിന്ന് വാക്ക്, നമ്മുടെ വാക്ക് മനസ്സിനോടൊപ്പം പ്രാപിക്കാൻ കഴിയാതെ പിൻവാങ്ങുന്നുവോ അതാണ് പരബ്രഹ്മം. ഭഗവാന്റെ പരാഭാവം രൂപരഹിതമാണ്. രൂപമില്ലാത്ത വസ്തുവിനെ ഗ്രഹിക്കാൻ അഥവാ മനസ്സിലാക്കാൻ പറ്റുകയേയില്ല. അപ്പോ മനുഷ്യ മനസ്സിന്റെ പ്രധാന ദൗർബല്യമാണ്, അതിന് രൂപങ്ങളെ മാത്രമേ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അഗ്രാഹ്യ എന്ന വാക്ക് വരാൻ കാരണം. അല്ലേ? നമ്മൾക്കൊക്കെ നമ്മളെ മനസ്സിനും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതാണ് നമുക്ക് സത്യം. കാണാത്തത് സത്യമല്ല എന്ന് പറയുന്ന ഒരു വികൃത ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അല്ലെ? നമ്മുടെ നിരീശ്വരവാദികളും ശാസ്ത്ര വിചക്ഷണന്മാര് എന്നും പറഞ്ഞിട്ടൊരു തോളിൽ സഞ്ചി തൂക്കി നടക്കുന്നവരൊക്കെ പറയും, കാണുന്നത് വിശ്വസിക്കൂ, കാണാത്തത് വിശ്വസിക്കേണ്ടെന്ന്. അവരേതെങ്കിലും ഒരു കല്ലിൽ അടിച്ചു വീണ അപ്പൊ ഈശ്വര രക്ഷിക്കണേന്നും പറയും. അപ്പൊ അയാളോട് ചോദിക്കുക, ഈശ്വരനെ നിങ്ങൾ എപ്പോഴാ കണ്ടേ? അവര് കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഈശ്വരനെ വിളിച്ചേ? അറിയാതെ വിളിച്ചു പോയി. അല്ലെ? അറിയാതെ വിളിക്കുന്നത് തന്നെയാണ് ഈശ്വരൻ. നമ്മുടെ ശരീരവും മനസ്സും ഒന്നും അറിയാതെ വിളിക്കാൻ കഴിയണം. അവിടെയാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക. അപ്പൊ മനുഷ്യ മനസ്സിന്റെ ദൗർബല്യം എന്താ? എന്റെ നിങ്ങളുടെയൊക്കെ ദൗർബല്യം എന്താ? നമ്മൾ കാണുന്നതിനെ കൂടുതൽ ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ദേവതാ സങ്കല്പങ്ങളിലൊക്കെ എല്ലാറ്റിനും ഫോട്ടോയും ഒക്കെ കൊടുക്കാനുള്ള കാരണം എല്ലാവരുടെയും ഭക്തി ആ ഒരു കോൺസെൻട്രേഷനിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലാതെ ഇപ്പൊ ശ്രീകൃഷ്ണന്റെ ചിത്രം കാണുന്നുണ്ട് നമ്മള്, അതന്നെയാണ് ശ്രീകൃഷ്ണൻ ആര് കണ്ടു? ദുർഗയുടെ ചിത്രം കാണുന്നു, ഇതാണ് ദുർഗ എന്ന് ആര് കണ്ടു? അല്ലെ? സരസ്വതി ആയാലും ഗണപതി ആയാലും ഇങ്ങനെ തന്നെയാണെന്ന് ആരാ കണ്ടേ? ഇതൊക്കെ ഓരോ നമുക്ക് ആ ദേവതയിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രൂപരേഖ ഉണ്ടാക്കില്ല. മനുഷ്യന് അത്രേ കഴിയൂ. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. എന്റെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രത്യേകത നമുക്ക് അത്ര മാത്രമേ സാധിക്കൂ. അപ്പൊ ആ ഒരു തത്വത്തിലേക്ക് എത്താൻ നമ്മൾ മുന്നിൽ ഒരു രൂപം തരാം. രൂപം തരാതെ ഒരു വിഗ്രഹമില്ലാതെ പ്രാർത്ഥിക്കാൻ ആർക്കും കഴിയില്ല ലോകത്ത്. ഒരാൾക്ക് തത്വങ്ങളൊക്കെ ഗ്രഹിക്കണമെങ്കിൽ മനുഷ്യന് വിഗ്രഹം ആവശ്യം. വിഗ്രഹമില്ലാത്ത ഒരു തത്വത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. നിങ്ങളെല്ലാം ഏത് മതം എടുത്തോളൂ, അതിലൊക്കെ വിഗ്രഹമുണ്ട്. വിഗ്രഹം ഇല്ലാത്ത ഒരു മതമില്ല. മുസ്ലിങ്ങൾ സാധാരണ പറയാറുണ്ട് വിഗ്രഹമില്ല ഞങ്ങൾ ആരാധിക്കൂല. പക്ഷെ നിങ്ങൾ അവരുടെ എല്ലായിടത്തും, അവരെ ശവസംസ്കാര കേന്ദ്രത്തിൽ വരെ പോയ അവിടെ മീസാങ്കല്ല് കാണാം. ആ കല്ലിലെ പേര് നോക്കിയിട്ട് അവരിരുന്ന് ജപിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോ വിഗ്രഹമില്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. മധു എന്ന് പറയുന്നത് ഒരു വിഗ്രഹമാണ്. ആ മധു എന്നുള്ള പേരിട്ടു എന്നേ ഉള്ളൂ. അപ്പൊ വിഗ്രഹം നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഹൈന്ദവ ധർമ്മത്തിന് ഇത്രയും അധികം മൂല്യമുണ്ടാവാൻ കാരണം.
ഒരിക്കലും ഹൈന്ദവ ധർമ്മം ലോകത്തെ എവിടെയും നശിക്കാതെ നിലനിൽക്കാനുള്ള കാരണം ഹൈന്ദവ ധർമ്മത്തിന്റെ മൂല്യം വിഗ്രഹാധിഷ്ഠിതമാണ് എന്നുള്ളത് കൊണ്ട്. ലോകത്തെ എല്ലാ ഇസങ്ങളും എല്ലാ മതങ്ങളും നശിച്ച് വെണ്ണീറാവുമ്പോഴും ഹൈന്ദവ ധർമ്മം കത്തിജ്വലിക്കാൻ കാരണം വിഗ്രഹാധിഷ്ഠിതമാണ്. കാരണം എന്താ അറിയോ? ഞാനും നിങ്ങളുമൊക്കെ ആരാധിക്കുന്ന മൂർത്തിയെ നമുക്ക് അറിയാമെന്നാണ്. അതാണ് അതിന്റെ കാരണം. ഇപ്പൊ നമ്മളൊരു ഗണപതി ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മുടെ മനസ്സിൽ ഗണപതിയുടെ ഒരു രൂപമുണ്ട്. അതിലൂടെയാണ് നമ്മൾ മഹാവിഷ്ണുവിലേക്ക് പോകുന്നത്. ഒരു രൂപവും ഇല്ലാത്തടത്ത് പോയിട്ട് ചുമരിൽ നോക്കി നിന്നാൽ നമുക്ക് എന്തുണ്ടാവാനാ? അല്ലെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഗജാനനം ഭൂതഗണാധിസേവിതം, ഗജാനനം, ഗണപതി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണം. ഇതൊരു രൂപമില്ലെങ്കിൽ നമ്മളെ മുന്നിൽ ആര് വന്ന് നിൽക്കാൻ? എന്തു ഗുണം? നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ വിഗ്രഹം വേണ്ടേ? അപ്പൊ തത്വങ്ങളെ ഗ്രഹിക്കാൻ വിഗ്രഹം ആവശ്യം. അപ്പൊ വിശേഷേണ ഗ്രഹിക്കുന്നതിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ആശയങ്ങളെ നാം ഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗ്രഹിക്കുന്നത് അഥവാ മനസ്സിലാക്കുന്നത്, ഏറ്റുവാങ്ങുന്നത് അക്ഷരങ്ങളിലൂടെയോ ചിത്രങ്ങളിലൂടെയോ ശബ്ദരൂപത്തിലൂടെയോ ആണ്. അപ്പൊ മനുഷ്യരെല്ലാവരും മനസ്സിന്റെ ഈ പ്രത്യേകത കൊണ്ട് വിഗ്രഹ ആശ്രയകരായി മാറുകയാണ്. അപ്പൊ ഭഗവാന്റെ രൂപമില്ലാത്തത് കൊണ്ട് ഭഗവാനെ നമുക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ രൂപം കൃത്യമായി നമുക്ക് നൽകാനുള്ള കാരണം. ഇനി രൂപമില്ലാത്തതാണ് ഭഗവാൻ എന്ന് വിചാരിച്ചോളൂ, നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല, മനുഷ്യന് സാധ്യമല്ല. ഋഷിമാർക്കൊക്കെ പറ്റും, അവർക്ക് വിഗ്രഹമൊന്നും വേണ്ട. അവരുടെ മനസ്സിന് ആ ജപത്തോടു കൂടി മുന്നിൽ യഥാർത്ഥ ഭഗവാൻ തന്നെ വന്നു നിൽക്കും. പിന്നെ അവർക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ശബ്ദരൂപത്തിലൂടെയും വിഗ്രഹ രൂപത്തിലൂടെയും നമ്മൾ ആരാധിക്കാനുള്ള കാരണം. അഗ്രാഹ്യനായ ഭഗവാനെ ഗ്രഹിക്കുവാൻ നാം ഭഗവാന് രൂപം കൊടുക്കുക ചെയ്യും. അപ്പൊ രൂപത്തിന്റെ സഹായത്തോടെ അരൂപനായ ഭഗവാനെ നമുക്ക് അനുഭൂതിപ്രദമാക്കാൻ കഴിയും. അല്ലെ, അങ്ങനെയാണ് രൂപത്തിന്റെ സഹായം, വിഗ്രഹത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഭഗവാനെ നമ്മളിലേക്ക് കൊണ്ടുവരും. സത്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ദേവതാ സങ്കല്പങ്ങൾക്കൊക്കെ വിഗ്രഹം ഉണ്ടോ അല്ലെങ്കിൽ രൂപം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ അത്തരത്തിലൊരു രൂപം നമുക്ക് കിട്ടിയതാണ് ഹൈന്ദവ ധർമ്മത്തിന്റെ ഉജ്ജ്വലത, പ്രോജ്വലത, സൂര്യപ്രകാശം എന്ന് പറയുന്നത്. അല്ലെ, എല്ലാറ്റിനും നമ്മൾ രൂപം കൊടുത്തു. അപ്പൊ രൂപത്തിന്റെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യും? അരൂപനായ ഭഗവാനെ പോലും നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഗുരുവായൂരപ്പനെ ദർശിക്കുമ്പോ സർവവ്യാപിയായ മഹാവിഷ്ണുവിനെ അനുഭൂതിപ്രദമാക്കാൻ നമുക്ക് കഴിയും. അരൂപനായ മഹാവിഷ്ണു, പരാഭാവം, ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ ഭക്തന്റെ മനസ്സിലേക്ക് അങ്ങോട്ട് കടന്നു വരും. അതിനാൽ മഹാവിഷ്ണുവിനെ മനസ്സിൽ സങ്കല്പിക്കുവാൻ നമുക്ക് കഴിയും. പിന്നീടോ സങ്കല്പത്തിന്റെ വിപുലീകരണം ഭഗവാനിൽ ലയിക്കുവാൻ ഭക്തനെ സഹായിക്കും. ക്ഷേത്രാരാധനയിലൂടെ, വിഗ്രഹാരാധനയിലൂടെ പൊരുളും വെളിച്ചവും നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ അക്ഷരങ്ങളെ കൊണ്ടോ ചിത്രങ്ങളെ കൊണ്ടോ ശില്പങ്ങളെ കൊണ്ടോ ഭഗവാനെ പൂർണ്ണമായും ഗ്രഹിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഇതിനർത്ഥമില്ലല്ലോ. കാരണം ഭഗവാൻ തന്നെയാണ് സൃഷ്ടിയും സംരക്ഷണവും സംഹാരവും നടത്തുന്നത്. മൺപാത്രം ഉണ്ടാക്കുന്ന വ്യക്തിക്ക് മണ്ണ് കൂടിയേ തീരൂ. മൺപാത്രം ഉണ്ടാക്കുന്നവനും അതിനാവശ്യമായ മണ്ണും വ്യത്യസ്തവുമാണ്. അത് നിർമ്മിക്കുന്നവനും നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുവും രണ്ടാണ്. എന്നാൽ ഭഗവാൻ തന്നെയാണ് സൃഷ്ടികർത്താവും സൃഷ്ടി പദാർത്ഥവും. അതുകൊണ്ട് ഭഗവാനെ ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. എങ്കിലും നിരന്തരമായ ശ്രദ്ധാഭക്തി കൊണ്ട് മനുഷ്യന് ഭഗവാനെ പ്രാപിക്കുവാൻ സാധിക്കും. അപ്പൊ ആർക്കും തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് അഗ്രാഹ്യ എന്ന നാമം വരാനുള്ള കാരണം, 55ാമത്തെ നാമമായിട്ട് നമ്മുടെ മുന്നിൽ വരാനുള്ള കാരണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാമമാണിത്. നമ്മള് ഈ ഭഗവാൻ ആര് എന്ന് തിരിച്ചറിയാനുള്ള ഒരു നാമം.
ഓരോ രൂപങ്ങൾക്കും നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് സാധിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ കേരള പിറവി ദിന ആശംസകൾ നേരുന്നു. നന്മയുടെ ഒരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.